ശരി ശരി, ഓക്കെ ഓക്കെ, ആ പരാമർശം പിൻവലിക്കുന്നു. താങ്കൾ പോയിരിക്കും. നമസ്കാരം. മലം ടിവിയുടെ അനിൽ നമ്പ്യാർ ഒരു പോസ്റ്റും വീഡിയോയും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ സത്യാവസ്ഥ? അനിൽ നമ്പ്യാരുടെ മൈക്ക് തട്ടിപ്പറിച്ചു, അതും DYFI തട്ടിപ്പറിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്പ്യാർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് നമുക്ക് അറിയാം. എന്തായാലും അനിൽ എഴുതിയ ആ പോസ്റ്റ് ഞാനൊന്ന് ആദ്യം വായിക്കാം. ഏകദേശം 60,000 രൂപ വില വരുന്ന മൈക്ക് ജനം ടിവിയെ സംബന്ധിച്ചിടത്തോളം വിലപിടിപ്പുള്ളതാണ്. ഒരു സംശയം വേണ്ട. കള്ളപ്പണവും കൈക്കൂലി പണവും നോക്കുകൂലിയും വെച്ച് ചാനൽ നടത്തുന്നവർക്ക് 60,000 രൂപ ഒന്നുമല്ല. ഒരു സ്ഥാപനത്തിന്റെ സ്വത്ത് സംരക്ഷിക്കുക ജീവനക്കാരൻ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. അതാണ് ഇന്നലെ കൊല്ലം ജനസഭയിൽ നിറവേറ്റിയത്. ഒരു സ്ഥാപനത്തിന്റെ ജീവനക്കാരൻ എന്ന നിലയിൽ, ഒരു ചാനലിന്റെ അവതാരകൻ എന്ന നിലയിൽ അനക്ക് വേറൊരു ഉത്തരവാദിത്വം ഉണ്ട് അനിലെ. ഒരു പരിപാടി നടത്തുമ്പോൾ അവിടെ എല്ലാ ആളുകൾക്കും അവസരം കൊടുക്കണം. അല്ലാതെ സംഘികൾക്ക് മാത്രം അവസരം കൊടുത്ത് മറ്റുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് സംഘികളെ പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കഴിഞ്ഞാലേ ജനങ്ങൾ കയറി ഇടപെടും. പിന്നെ ഇതുപോലെ വന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അനിലെ. എന്തായാലും ഒരു സംഘം മൈക്ക് കൈക്കലാക്കി പ്രസംഗിക്കുക, ചോദ്യങ്ങൾ ഉന്നയിച്ച ശേഷം മറുപടി പറയാൻ സമ്മതിക്കാതിരിക്കുക, ബഹളം വെക്കുക, മൈക്ക് തിരിച്ചു കൊടുക്കാതിരിക്കുക, ഒളിപ്പിച്ചു വെക്കുക, അടിച്ചു മാറ്റാൻ ശ്രമിക്കുക, അവതാരകനെ കൈകാര്യം ചെയ്യാൻ നോക്കുക. ജനം വിലയിരുത്തട്ടെ ഇമാതിരി ഗുണ്ടായിസത്തെ വക്താക്കളെ. അനില്, സ്വന്തം സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് നിനക്ക് എന്തും പറയാൻ കഴിയും. അവിടെ ആരും വന്നിട്ടൊന്നും ചോദിക്കാനും അല്ലെങ്കിൽ അതിനെ എതിർക്കാനും പോകുന്നില്ല. പക്ഷെ ജനമധ്യത്തിൽ ഇറങ്ങിയിട്ട് തന്തല്ലായ്മത്തരം കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അത് ചോദ്യം ചെയ്യും. അതിലൊരു സംശയമല്ല. കാരണം എല്ലാ ജനങ്ങളും ചാണകം തിന്ന് ചാണകം തലയിൽ കയറ്റി നടക്കുന്ന സംഖ്യകളല്ല, നല്ല അന്തസ്സില്ല ആൺകുട്ടികൾ ഉണ്ട് എന്നുള്ള കാര്യം ഈ മനസ്സിലാക്കുക. ഇനി ആ പരിപാടിയിൽ തന്നെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ പരിപാടിയിൽ നടന്ന ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെ അനിലിന് നല്ല വെടിപ്പായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. ഒറിജിനൽ പ്രൊഫൈലാണ് കേട്ടോ, ഫേക്ക് ഒന്നല്ല. എന്തായാലും ആദ്യം അത് കാണാം. എന്നിട്ട് ആ പരിപാടിയിൽ തന്നെ അനിൽ മാപ്പും പറയുന്നുണ്ട്, അതും നമുക്ക് കാണാം. എന്തായാലും അനിൽ പറയുന്ന ആ കാര്യം ഒന്ന് കേൾക്കാം ആദ്യം. മൈക്ക് തരൂ. നിങ്ങൾ ഉത്തരവാദപ്പെട്ട ഒരു പദവിയിൽ ഇരിക്കുന്ന ആളല്ലേ, ചെറിയ പിള്ളേര് കാണിക്കുന്ന പോലെ. നിങ്ങൾ ചോദിച്ചല്ലോ, ആ മൈക്ക് തരൂ. ചോദിച്ചതിന് ശേഷം മൈക്ക് തരൂ, മൈക്ക് തരൂ. നിങ്ങൾ സംസാരിക്കാൻ ഇദ്ദേഹത്തോടെ ചോദിക്കുന്നത്. മൈക്ക് തരൂ, മൈക്ക് തരൂ. മിണ്ടാതിരി, തന്നോടല്ല സംസാരിച്ചത്. അല്ല, എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. കള്ളും കുടിച്ച് വന്നിട്ടല്ല ജനസഭയിൽ, കള്ളും കുടിച്ച് വന്നല്ല സംസാരിക്കരുത്. അല്ല അനിലെ, ഈ മൂപ്പരമ്പാടെ ഒപ്പിരുന്നാണ്ട കള്ളുടിച്ചിരിക്കണത് ആണോ? എന്നോട് ആരും എതിർക്കാൻ പാടില്ല, മിണ്ടാതിരിക്കാൻ പറയാൻ എൻ്റെ അടിമകളാണ് അവിടെ നിൽക്കുന്ന ആളുകൾ ആണോ? പിന്നെ അയാൾ കള്ളും കുടിച്ച് വന്നാണ് ജനസഭയിൽ ഇരിക്കരുത്. അപ്പൊ എന്താ ഈ മൂപ്പരമ്പാടെ ഒപ്പം പോയിരുന്ന കള്ളുടിച്ചിരുന്നത്? ഒരാൾ വന്ന് എന്തെങ്കിലും പറയുമ്പോഴേക്കും അയാളെ കള്ളുടിയനാക്കി മാറ്റുക ചെയ്യുക പൊതുമധ്യത്തിൽ. അതാണ് നിന്റെ പത്രധർമ്മം, അതാണ് നിന്റെ മാധ്യമധർമ്മം. ചാണകമായി എന്താ എന്നോടൊക്കെ പറയാനുള്ള എന്തായാലും ബാക്കിയുണ്ട്. മൈക്ക് തരൂ, ഞങ്ങളുടെയാണ് മൈക്ക്. മൈക്ക് തരൂ, മൈക്ക് തരണം. അല്ല, മൈക്ക് എവിടെ? മൈക്ക് മോഷണം കേട്ടോ, DYFI മൈക്ക് മോഷണം കേട്ടോ. DYFI മൈക്ക് മോഷ്ടിക്കാന് അല്ലെങ്കിൽ പച്ച കള്ളങ്ങൾ പറഞ്ഞ് നടക്കാന് സുരേന്ദ്രന്റെ ടീമല്ല, BJPയുടെ ടീമല്ല DYFI എന്ന് പറയുന്നത്, LDFന്റെ ടീമാണ്. ആ LDFന്റെ ടീമിൽപ്പെട്ട DYFIക്ക് നിന്നെ പോലെ ഒരു ഊളയുടെ മൈക്ക് മോഷ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അവർ എതിർക്കും. എന്തിനേന്നറിയോ? തെറ്റ് കണ്ട അതിനെതിർക്കും. ആ പ്രശ്നം നടക്കാൻ കാരണം ഉണ്ടായിട്ടുള്ളത് എന്താണ് എന്നുള്ളത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എഴുതിയ കമന്റ് ഉണ്ട്. നമുക്ക് ആ കമന്റ് ഒന്ന് വായിക്കാം. ഞാൻ ആ ജനസഭ പരിപാടി കണ്ടായിരുന്നു. ജനസഭാ സദസ്സിൽ ആദ്യം 90% BJP യുവമോർച്ച പ്രവർത്തകർ ആയിരുന്നു. ഏകദേശം 40 മിനിറ്റിന് ശേഷമാണ് RSP CPM DYFI പ്രവർത്തകർ എത്തിയത്. ഈ പരിപാടി പൂർണ്ണമായും കാണുക, എന്നിട്ട് അഭിപ്രായം പറയാൻ ശ്രമിക്കുക. അവർ BJP പ്രവർത്തകർക്ക് വേണ്ടി മാത്രം മൈക്ക് കൊടുക്കുകയും അവർ ഓരോ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അതിന് മറുപടി നൽകുവാൻ മറ്റുള്ളവരെ അനുവദിച്ചില്ല. അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഞാൻ നേരിട്ട് കണ്ട വ്യക്തിയാണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ. അവർ BJP പ്രവർത്തകർക്ക് മാത്രം മൈക്ക് കൊടുക്കുകയും അവർ ഓരോ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അതിന് മറുപടി നൽകുവാൻ മറ്റുള്ളവരെ അനുവദിച്ചില്ല. അതായത് സംഘികൾക്ക് മാത്രം മൈക്ക് കൊടുത്തുകൊണ്ട് അനിൽ അവിടെ ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ജനങ്ങൾക്ക് മൊത്തത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയാനുള്ള പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് അനില് ഒരു എന്താ പറയാ, ഒരാളുകൾക്ക് മാത്രം ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുക്കുക, അവർക്ക് മാത്രം മറുപടി പറയാനുള്ള അവസരം കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി നടത്തി കഴിഞ്ഞാൽ
നട്ടലിൽ ആണുങ്ങളെ നാട്ടിലുണ്ട് എന്ന് വെച്ചെങ്കിൽ അത് ചോദ്യം ചെയ്യൂലേ? അതിൽ പിന്നെ 4 കിട്ടിയിട്ട് അല്ലെങ്കിൽ മൈക്ക പോയിട്ട് കടന്ന് കരഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഒരു മാധ്യമ പ്രവർത്തകനാവുമ്പോൾ നിഷ്പക്ഷമായിട്ട് എല്ലാ ആളുകളിൽ നിന്നും ആ പരിപാടിയുടെ അഭിപ്രായം സ്വീകരിക്കാൻ കഴിയണം. അതിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ മലം ടിവിയുടെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ആ പരിപാടി നടത്തണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ജനങ്ങളിലേക്ക് ഇറങ്ങി പരിപാടി നടത്തിയിട്ട് പിന്നെ തൻ്റെ മൈക്ക് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മുൻപിൽ വന്ന് കരഞ്ഞ് കണ്ണീര് കാണിച്ചിട്ട് ഒരു കാര്യമല്ല. എന്തായാലും സംഘികളെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലാണോ? സംഘികളുടെ കയ്യിൽ കണ്ടമാനം ക്യാഷ് ഉണ്ട്. കാരണം MLA-മാരും MP-മാരും ഒക്കെ പണം കൊടുത്ത് വാരിയെടുത്ത് തൂത്തി എറിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ 1 അല്ല 2 അല്ല 3 അല്ല 4 മൈക്ക് മേടിച്ചു തരാൻ തയ്യാറാണ്. അത് മേടിച്ചു തരും. അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ മതി, എൻ്റെ കുട്ടി തൽക്കാലം കരച്ചിലൊക്കെ നിർത്തിയിട്ട് അവരോട് ആ മൈക്ക് ഒന്ന് മേടിച്ചു തരാൻ പറയാം. പിന്നെ അനില് ആ ചർച്ചയിൽ തന്നെ ഈ DYFIനോട് ഈ മാപ്പ് പറയുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കാണുക, ഒന്ന് കണ്ടോക്കി. ശരി ശരി, ഓക്കെ ഓക്കെ, ആ പരാമർശം പിൻവലിക്കുന്നു. താങ്കൾ പോയിരിക്കും. മറുപടി കേട്ടിട്ട് എന്താണ് എന്റെ മറുപടി നിങ്ങളുടെ കയ്യിലായിരുന്നല്ലോ മൈക്ക്. അത് കുഴപ്പമൊന്നുമില്ല, അത് കുഴപ്പമില്ല. ജീവപര്യന്ത തടവ് കഴിഞ്ഞിട്ട് വന്ന ജീവപര്യന്ത തടവ് കഴിഞ്ഞിട്ടോ നിങ്ങളുടെ കയ്യിലായിരുന്നു, നിങ്ങളുടെ കയ്യിലില്ലാതെ പറഞ്ഞു. ശരി ശരി ശരി, ഓക്കെ ഓക്കെ, ആ പരാമർശം പിൻവലിക്കുന്നു. താങ്കൾ പോയിരിക്കും. പരാമർശം പിൻവലിക്കുന്നു, പോയിരിക്കും. ഇപ്പൊ കണ്ടില്ല അനിലെ, ഇതാണ് എന്നിട്ട് ആ പരിപാടി കഴിഞ്ഞാണ്ട് എൻ്റെ ഫേസ്ബുക്കിലും എൻ്റെ മലം TVയിലും വന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് എന്താണ്? DYFI മൈക്ക് മോഷ്ടിച്ചു, DYFIക്കാർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് മറ്റുള്ള ജനങ്ങളെ വിഡ്ഢികളാക്കിയെന്ന് ചെയ്തിരുന്നത് അല്ലേ? ഉളുപ്പുണ്ട് അനിലെ ഇങ്ങനെയൊക്കെ ജനങ്ങളെ മുൻപിൽ പൊട്ടനായി മാറാൻ. എന്തായാലും സംഖ്യ അല്ല, ഇതിൻ്റെ അപ്പുറം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. അപ്പം എന്തായാലും അനിലെ ഇത്രയേ പറയാനുള്ളൂ. നിന്റെ സ്റ്റുഡിയോയിൽ ഇരുന്ന് ചെയ്യുന്ന പരിപാടി ജനങ്ങൾക്കിടയിലേക്ക് ചെന്നിറങ്ങിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ അത് ചോദ്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം പൊതുജനം നിന്റെയൊന്നും അടിമയല്ല എന്നുള്ള കാര്യം ഈയൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്. ഓക്കെ, ബൈ.